ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഏഴാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ ക്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. യെസ്, അപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലെ. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ₹20,000 at 10% per annum for 2 years എന്നുള്ള സംഭവമായിരുന്നു. നമ്മളപ്പോ പഠിച്ചതാണ്. ഇത് ഏത് മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്? നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാറ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. സോ എന്താണ് പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് നോക്കാം എന്താണ് പാസ്കൽ ട്രയാങ്കിൾ എന്ന് ആദ്യം. പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യം ഒരു 1 വരും അല്ലേ, പിന്നെ ഇവിടെ 1 പിന്നെ ഏതാണ് വരിക? ഇവിടെ 1, എന്നിട്ട് ഈ 1 കൂടെ മുകളത്ത് 1 കൂടെ കൂടി 2 എഴുതി, എന്നിട്ട് ഇവിടെ 1 വരും അല്ലേ. പിന്നെ എന്ത് വരും? തുടക്കത്തിൽ 1 തന്നെയാണ്, അവസാനം 1 തന്നെയാണ് വരിക. പിന്നെ ഈ 1 + 2 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 3. then 2 + 1 കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടും. again ലാസ്റ്റ് 1, പിന്നെ വീണ്ടും again 1 + 3 കൂടുമ്പോൾ 4 അല്ലെ, 3 + 3 കൂടുമ്പോൾ 6, 3 + 1 കൂട്ടുമ്പോൾ 4 ആൻഡ് അറ്റ് ലാസ്റ്റ് 1 അല്ലേ. ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ആകൃതിയിലാണ് പോവുക. തുടക്കവും അവസാനം എന്തായിരിക്കും? 1 ആയിരിക്കും. അതിനിടയ്ക്ക് കുറെ സംഖ്യകൾ ഇങ്ങനെ വരും അല്ലേ. ഇപ്പോ നമ്മുടെ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ n എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലേ. n എന്ന് വെച്ചാൽ എന്താണ്? കാലാവധിയാണ്. ആ കാലാവധി അനുസരിച്ച് n = 1 ആണെങ്കിൽ നമ്മൾ ഈ 1 1 എന്നുള്ള സാധനം എടുക്കണം. പാസ്കൽ ട്രയാങ്കിൾ പ്രകാരം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, 2 ആണ് n ന്റെ വാല്യൂ എങ്കിൽ നമ്മൾ 1 2 1 എടുക്കണം. 3 ആണ് n ന്റെ വാല്യൂ എങ്കിൽ നമ്മൾ 1 3 3 1 എടുക്കണം. 4 ആണെങ്കിൽ 1 4 6 4 1 എന്നുള്ള സാധനം എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ആ മാക്സിമം 3 വരെയൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, 4 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് പാസ്കൽ ട്രയാങ്കിൾ എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു തന്നത് അല്ലെ. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് ഇവിടുത്തെ പി എത്രയാണെന്ന് ആദ്യം എഴുതി വെക്കുക. ഇവിടുത്തെ പി എത്രയാ? പ്രിൻസിപ്പൽ എത്രയാ? 20,000 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആ 20,000 എന്നുള്ളത് നമ്മൾ എഴുതി. ഓക്കെ, ദെൻ n എത്രയാണെന്ന് എഴുതാം. n എത്രയാണ്? 2 വർഷത്തേക്കാണ്. n = 2 എന്ന് കൊടുത്തു. ആൻഡ് r എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10% ആണ്. അത് നമ്മൾ അങ്ങനെ കൊടുക്കും. എന്നതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് n ന്റെ വാല്യൂ 2 ആണെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ പ്രകാരം നമ്മൾ എടുക്കേണ്ട വാല്യൂ എത്രയാണ്? 1 2 1 എന്നുള്ള സാധനമാണ്. ഇതൊരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം വെറുതെ പോകുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ ഇല്ലാതെ പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ച് ഇത് ആൻസർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാ എടുക്കേണ്ടത്? 1 2 1 എടുക്കണം അല്ലേ. അപ്പൊ 1 2 1 എന്ന് നമ്മൾ എടുത്തു. ഇനി 1 ന് താഴെ ഞാൻ എന്താ എഴുതേണ്ടത്? ഞാൻ ഇട്ട പൈസ ആയിട്ടും 20,000 ഞാൻ 1 ന് താഴെ എഴുതി. ഓക്കെ, ദെൻ ഈ 20,000ത്തിന്റെ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ് അല്ലെ. ആ 10% കണ്ടുപിടിച്ച് അടുത്ത 2 താഴെ എഴുതി വെക്കുക. 20,000ത്തിന് 10%. 20,000ത്തിന് 10% എത്രയാ? 2,000 രൂപയാണ് അല്ലെ. അപ്പൊ 2,000 എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ദെൻ അടുത്ത 1 താഴെ നമ്മൾ എഴുതേണ്ടത് ഇപ്പൊ നമുക്ക് കിട്ടിയ 2,000 അല്ലേ, ആ 2,000ത്തിന്റെ 10% അഥവാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ അത്രയും ശതമാനം. ഇവിടെ 10% ആണ്. 10%. ഇഫ് സപ്പോസ് ഇറ്റ് ഈസ് 8%, നമ്മൾ എത്ര പെർസെന്റേജ് കാണേണ്ടത്? 8% ആയിരിക്കും അവിടെ കണ്ടുവരിക. ഓക്കെ, 2,000ത്തിന്റെ 10% എത്രയാ? 2,000ത്തിന്റെ 10% ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം അല്ലേ. 200 ആയിരിക്കും. 2,000ത്തിന്റെ 10% കൂടുമ്പോൾ എത്രയായിരിക്കും? 200 ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് മാത്രം മതി അല്ലേ. നമ്മൾ ആദ്യത്തെ 1 താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. സോ അത് ഇൻട്രസ്റ്റിൽ വരില്ല അല്ലെ. അപ്പൊ നമുക്ക് ആ സാധനത്തിന് അങ്ങോട്ട് ഒഴിവാക്കാം. ഇൻട്രസ്റ്റ് മാത്രം ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 × 2,000 ഗുണിക്കുക. 2 × 2,000 എത്രയായിരിക്കും? 4,000 അല്ലെ. അടുത്തത് 1 × 200 ഗുണിക്കുക. 1 × 200 ആൻസർ എത്ര? 200. സോ 4,000 + 200 എത്രയായിരിക്കും? 4,200 ഈസ് ആൻസർ. ഓക്കെ, 4,200 ആയിരിക്കും ഈ ഒരു എമൗണ്ടിൽ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. സിമ്പിൾ അല്ലേ. അപ്പൊ പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ച് വേണം നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും എന്ന് കൂടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, യെസ്. മൂവിങ് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ കിരൺ വാസ് വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഫേം. He invested ₹50,000 at an interest rate of 12% per annum compounded half yearly എന്നാണ് പറയുന്നത് അല്ലേ. സോ ഇപ്പൊ നമുക്ക് ഈ ഒരു സാധനമാണ് ശ്രദ്ധിക്കേണ്ടത്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസത്തിലൊരിക്കൽ പലിശ കണക്കാക്കും അല്ലേ. പിന്നെ വാട്ട് വിൽ ബി ദ എമൗണ്ട് ഹി റിസീവ്സ് ആഫ്റ്റർ 1 ഇയർ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക. പി എത്രയാണ്? പി = 50,000 രൂപയാണ് ഞാൻ കൊണ്ടിടുന്നത്. ഇനി 6 മാസത്തിലൊരിക്കൽ നമുക്ക് പലിശ കണക്കാക്കുമെങ്കിൽ 6 മാസത്തിലൊരിക്കൽ പലിശ കണക്കാക്കുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു വർഷത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം പലിശ കണക്കാക്കും? 6 മാസത്തിൽ ഒന്ന്, അടുത്ത 6ാമത്തെ മാസം അഥവാ 12 മാസം കഴിയുമ്പോൾ ഒന്ന്. അപ്പൊ എത്ര പ്രാവശ്യം കണക്കാക്കി? 2 പ്രാവശ്യം കണക്കാക്കി അല്ലെ. ഇതിന്റെ വാല്യൂ എത്രയാ? 2 ആണ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ? R = എത്രയായിരിക്കും വരിക? R = 12% per annum എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കാണ് എനിക്ക് ബാങ്ക് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഫേം എന്ത് തരാന്ന് പറഞ്ഞേക്കുന്നത്? പലിശ തരാന്ന് പറഞ്ഞേക്കുന്നത് 12% അല്ലെ. ഒരു വർഷത്തേക്കാണ് 12%.
6 മാസത്തിലൊരിക്കൽ എന്ന് പറയുമ്പോൾ എത്ര ശതമാനമായിരിക്കും എനിക്ക് തരിക? ഇതിന്റെ പകുതിയല്ലേ തരുള്ളൂ, അല്ലെ? ഒരു വർഷം ആകുമ്പോഴേക്ക് 12% തന്നു തീർക്കണമെന്നേ ഉള്ളൂ. അപ്പൊ 6 മാസത്തിലൊരിക്കൽ ആകുമ്പോൾ അതിന്റെ പകുതി എന്ന് വെച്ചാൽ എത്ര ശതമാനമേ തരുള്ളൂ? 6% തരുള്ളൂ. അപ്പൊ ഇവിടെ കണക്കാക്കേണ്ടത് 6 മാസത്തിലൊരിക്കൽ കണക്കാക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6% സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി കിട്ടി, എൻ കിട്ടി, ആർ കിട്ടി, അല്ലെ? അപ്പൊ ഈ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിന്റെ വാല്യൂ എന്തായിട്ട് കുറയണം? അല്ല, എന്നിന്റെ വാല്യൂ എന്താവണം? നമ്മൾ തന്നിരിക്കുന്ന വർഷമല്ല എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം അവിടെ പലിശ കണക്കാക്കും എന്ന് ആലോചിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം നേരെ പകുതിയായി മാറും ഹാഫ് ഇയർലി ആകുമ്പോ. അപ്പൊ ആനത്തിൽ എത്ര തരുന്നു അതിന്റെ പകുതി ആയിരിക്കും 6 മാസത്തിലൊരിക്കൽ തരും. അത് രണ്ടും ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്നിന്റെ വാല്യൂ 2 ആർ ഇസ് 6% ആണെങ്കിൽ നമുക്കറിയാം എന്താണ് 1 to 1. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ 1 to 1 അല്ല എഴുതേണ്ടത്. പാർഷ്യൽ ട്രയാങ്കിൾ പകരം 1 to 1 എഴുതി. 1 താഴെ എന്ത് എഴുതാം? ഞാൻ ഇട്ട പൈസ ആയിട്ട് 50,000 എഴുതാം. ഈ 50,000ത്തിന്റെ 6% കണ്ടുപിടിച്ച് 6% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കൊണ്ട് 50,000ത്തിന്റെ 6% കണ്ടുപിടിച്ച് 2 താഴെ എഴുതാം. എത്രയായിരിക്കും 50,000ത്തിന്റെ 6%? 50,000ത്തിന് 1% പറയുമ്പോൾ 2 പൂജ്യം കളഞ്ഞാൽ 500, അല്ലെ? അത് 1% ആണ്. അതിന് 6 കൊണ്ട് ഗുണിച്ചാൽ 6% കിട്ടി. സോ 500 into 6. 500 into 6 എത്രയാ? 3000, അല്ലെ? സോ 3000 ആയിരിക്കും എത്ര പെർസെന്റേജ്? 6%. അടുത്തതോ 3000ത്തിന്റെ 6% കണ്ടുപിടിച്ച് അടുത്തതിന് താഴെ എഴുതണം. എത്രയാണ് 3000ത്തിന് 1%? 3000ത്തിന് 1% 30 ആയിരിക്കും, അല്ലെ? 30 into 6. 30 into 6 എത്രയാ? 180 ആയിരിക്കും 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ജസ്റ്റ് ഗുണിക്കുക. 2 into എമൗണ്ട് ഹി റിസീവ്സ് ആഫ്റ്റർ 1 year എന്നുള്ളതാണ് ചോദ്യം. ആദ്യം ഇതും കൂടെ ഗുണിക്കണം, അല്ലെ? അതായത് നമുക്ക് 8 പൈസയും കൂടെ കിട്ടുമല്ലോ. അപ്പൊ 1 into 50,000 50,000 മൊത്തം കിട്ടുന്ന എമൗണ്ട് അല്ലേ വേണ്ടത്? അപ്പൊ 50,000 പ്ലസ് 2 into 3000 6000 പ്ലസ് 1 into 180 180. സോ അപ്പൊ എത്രയാണ് കിട്ടുക? 50 മാറും 56 180 56,180 രൂപയായിരിക്കും അയാൾക്ക് ടോട്ടൽ കിട്ടുക. സോ എത്രയായിരിക്കും ആൻസർ? 56,180. മൂവിങ് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുമ്പോൾ find the compound interest on rupees 48,000 for 1 year at 8% per annum when compounded half yearly. നമ്മുടെ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെ? ഇവിടെ നമ്മൾ ചെയ്യേണ്ട കേസുകൾ എന്തൊക്കെയാണ്? പി എത്രയാണെന്ന് അറിയാം. 48,000 രൂപയാണ് പി ആയിട്ട് ഇടുന്നത്, അല്ലെ? പിന്നെ എൻ എത്രയാ? എൻ എന്ന് പറയുന്നത് 1 year ആയതുകൊണ്ട് തന്നെ, അല്ലെ, ഹാഫ് ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 2 ആയിരിക്കും എന്നിന്റെ വാല്യൂ. ആൻഡ് ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 8% ഒരു വർഷത്തേക്ക് തരാന്ന് പറഞ്ഞേക്കണം. അപ്പൊ അതിന്റെ നേരെ പകുതിയായിട്ട് 4% ആയിരിക്കും നമുക്ക് 6 മാസത്തിലൊരിക്കൽ തരിക, അല്ലെ? അപ്പൊ 48,000 n equal to 2, r equal to 4%. ഇനിയോ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? അപ്പൊ കോമ്പൗണ്ട് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 to 1, അല്ലെ? എന്നിന്റെ വാല്യൂ 2 ആവുമ്പോൾ 1 to 1. 1ന് താഴെ നമ്മൾ എന്ത് എഴുതണം? 1ന് താഴെ 48,000 എന്നുള്ള എമൗണ്ട് എഴുതി വെക്കണം. പിന്നെ ഈ 48,000ത്തിന്റെ 4% കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം, അല്ലെ? അപ്പൊ 48,000 into അല്ലെങ്കിൽ 48,000ത്തിന്റെ 4%. എത്രയായിരിക്കും 48,000ത്തിന്റെ 1%? 480 ആയിരിക്കും, അല്ലെ? 480 into 4 ഗുണിക്കുമ്പോൾ എത്രയാണ്? 480 into 4 നമ്മൾ മനക്കണക്കായിട്ട് ഗുണിക്കുകയാണെങ്കിൽ എങ്ങനെ ഗുണിക്കും? 400 into 4 1600, 80 into 4 320. 1600 320 കൂടെ കൂട്ടി എത്ര കിട്ടാം? 1920 ആയിരിക്കും 40,000ത്തിന് 4%, അല്ലെ? സോ ഇനി ഈ 1920ന്റെ 4% അവിടെ കാണുന്നത്, അല്ലെ? സോ അതെങ്ങനെ കാണാം? 1920ന്റെ 4% എന്ന് പറയുമ്പോൾ 90.2 ആയിരിക്കും 1%, അല്ലെ? 2 സ്ഥാനം മാറ്റി 90.2 എന്നല്ലേ വായിക്കാം. ഇൻറ്റു 4 നമ്മുടെ പെർസെന്റേജ് ഒക്കെ കുറെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. 90.2 into 4 എന്ന് പറയുമ്പോൾ 90 into 4 76 വരും. 0.2 into 4 0.8 വരും. സോ 76.8 ആയിരിക്കും ഇവിടെ വരിക, അല്ലെ? ഇന്ന് പിടിച്ചു 2 into 1920, അല്ലെ? ചോദ്യം എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദ്യം. 2 into 1920. 1900ന്റെ ഇരട്ടി 3800, 20ന്റെ ഇരട്ടി 40. 3830 പ്ലസ് 76.8, അല്ലെ? സോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? ഇവിടെ 0.8 എന്ന് ലാസ്റ്റ് വരും. പിന്നെ 6 7 4 11, അല്ലെ? ബാക്കി 1 9 3916.8 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സോ എത്രയായിരിക്കും ആൻസർ? 3916. ശരിക്കും പറഞ്ഞാൽ 0.8 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്താട്ടോ. അതെല്ലാം കൂട്ടണമെന്നില്ല. കാരണം 0.8 ലാസ്റ്റ് വരും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസിലെ 0.8 വരുന്നുള്ളൂ. ആദ്യത്തെ ഓപ്ഷനിൽ 3600 ആണ്. ഇവിടെ ഓൾറെഡി 2 into 1920 ഗുണിച്ചപ്പോൾ തന്നെ 3840 അതിനേക്കാൾ വലുതായിരിക്കുമല്ലോ ആൻസർ. സോ നമുക്ക് ധൈര്യമായിട്ട് എന്ത് എഴുതാം? 3916.8 ആയിരിക്കും ആൻസർ എന്നുള്ള സമയം എഴുതാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ആൻ എമൗണ്ട് ഓഫ് rupees 10,000 for 2 years is 2,400, അല്ലെ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് 2 വർഷത്തിന്റെ കേസ് ആകുമ്പോൾ നമ്മൾ 1 to 1 അല്ലേ നമ്മുടെ
പാസ്കൽ ട്രയാങ്കിൾ പ്രകാരം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എഴുതാം. ഇതിൽ ആദ്യത്തെ 1ന് താഴെ എഴുതുന്ന എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും. ഈ പ്രിൻസിപ്പളിന്റെ എത്ര ശതമാനം കണ്ടുപിടിക്കുന്ന, നമ്മളിപ്പോ 10% ആണെങ്കിൽ ആ 10% കണ്ടുപിടിക്കാന്ന് മീൻസ് അതെന്താ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? അതായത് നമ്മൾ എങ്ങനെയാ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം? ഒരു വർഷത്തിൽ 10% ഇൻട്രസ്റ്റ് ഏറ്റു തരാമെന്ന് പറഞ്ഞ ഒരു കേസിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എത്രയാണോ നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ അതിന്റെ 10% കണ്ടുപിടിക്കും. അത് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ? അപ്പൊ ഈ 2ന് താഴെ എഴുതുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ബാക്കി അപ്പുറത്തേക്ക് വരുന്ന ഈ 1ന് താഴെയും ഇപ്പോ 1331 3 വർഷത്തിന്റെ കേസ് ആണെങ്കിൽ അവിടെയൊക്കെ വരുന്ന സാധനമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എക്സ്ട്രാ കിട്ടുന്ന പൈസ അല്ലെ? ഈ ഒരു ചോദ്യത്തിൽ നോക്കൂ, ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ എൻ എമൗണ്ട് ഓഫ് ₹10,000, അപ്പൊ പി തന്നിട്ടുണ്ട് 10,000 ആണ് അല്ലെ? 10,000 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പിന്റെ എമൗണ്ട് അവിടെ എങ്ങനെ എഴുതാം? 10,000 ആയിരിക്കും 2 വർഷത്തിന്റെ കേസിൽ. 2 years is ₹2,400. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്താ? എല്ലാ വർഷവും എനിക്ക് സെയിം പലിശയാണ് കിട്ടും. 2,400 2 വർഷം കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തെ പലിശ എത്രയായിരിക്കും? 1,200 വെച്ചിട്ടായിരിക്കും. അപ്പൊ ഇവിടെ 1,200 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എങ്ങനെയാണ് ഇവിടെ എഴുതുക? 10,000ന്റെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് N2 ആണെന്ന് അറിയാം, 6 ആണ് നമുക്ക് അറിയാം അല്ലെ? അപ്പൊ 6 എത്രയാണെന്നുള്ളത് ആലോചിച്ച് നോക്കിയേ. 10,000ന്റെ എത്ര ശതമാനമാണ് 1,200? ആ 10,000ത്തിന് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുമ്പോഴല്ലേ നമുക്ക് ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാം, അല്ലെങ്കിൽ 1,200 എന്നുള്ള സാധനം കിട്ടാം. 10,000ത്തിന് എത്ര ശതമാനമായിരിക്കും 1,200? 10,000ത്തിന്റെ 10% 1000 ആണ് അല്ലെ? അപ്പൊ 1,200 വരണമെങ്കിൽ ഒരു 200 കൂടെ വരണം. 1% 100 ആണ്. അപ്പൊ 2% ആയിരിക്കും 200 അല്ലെ? അപ്പൊ എത്രയായിരിക്കും? 10% പ്ലസ് 2% 12% ആയിരിക്കും 1,200 എന്ന് പറയുന്ന സാധനം. 10,000ത്തിന്റെ 12% 1,200. സോ അപ്പൊ ഇനി അടുത്തതിൽ നമ്മൾ എന്താ ചെയ്യണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എക്സ്ട്രാ കിട്ടുന്ന പൈസ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഈ 1,200ന്റെ 12% അല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. 10,000 എന്നുള്ളത് നമുക്കറിയാം. ആ 10,000 നമ്മൾ അവിടെ എഴുതി വെച്ചു. 1,200 ആണ് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 2,400 ആണെങ്കിൽ വർഷം അതിന്റെ പകുതിയായിട്ട് 1,200 ആയിരിക്കും കിട്ടുക. സോ 1,200 നമ്മൾ അവിടെ എഴുതി. എന്നിട്ട് നമ്മൾ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ. 10,000ത്തിന് എത്ര ശതമാനമാണ് 1,200? 10,000ത്തിന് എത്ര ശതമാനമാണ് 1,200? 12% നമുക്ക് കിട്ടി. സോ 12%. ഇങ്ങനെ ആലോചിച്ചാലും മതി കേട്ടോ. 100 ആണ് 1% അല്ലെ? 1% എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ നമുക്കറിയാം 100 ഇൻറ്റു എത്ര ഗുണിച്ചാൽ 1,200 കിട്ടാം? 12 ഗുണിച്ചാലേ 1 ഇൻറ്റു 12 12% ആയിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എക്സ്ട്രാ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഈ 1ന് താഴെ വരുന്ന കേസാണ്. ഇത് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാം? ഈ ഇവിടെ കിട്ടിയ എമൗണ്ട് എത്രയാണോ അതിന്റെ 12% കണ്ടിട്ടാണ് കണ്ടുപിടിക്കുക അല്ലെ? അപ്പൊ 1,200ന്റെ 12% എത്രയായിരിക്കും? 1,200 1% 12. 2 ഇൻറ്റു 12 എത്രയാ? 144 അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എക്സ്ട്രാ കിട്ടുന്ന പൈസ എത്രയാ? 144. ചോദ്യം എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years ആണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പ്രിൻസിപ്പൽ ഒഴിവാക്കിയിട്ട് 2 ഇൻറ്റു 1,200 2,400 പ്ലസ് 144 അല്ലെ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 2,544 ആയിരിക്കും ഇവിടെ കിട്ടുന്നത് എന്ത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? An amount deposited for 2 years at simple interest rate of 10.5% will yield same interest in 2 years if deposited for compound interest for 2 years. Compounded annually if the rate of compound interest is. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 10.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിക്കുന്ന ഒരു സാധനത്തിൽ അല്ലെ ഒരു എമൗണ്ടിൽ 2 വർഷം കൊണ്ട് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഒരേ എമൗണ്ട് എമൗണ്ടിന് വ്യത്യാസമില്ല. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു കേസ് എടുക്കുകയാണ്. പി ഈസ് 10,000. ഓക്കെ, പ്രിൻസിപ്പൽ എന്ന് പറയുന്ന സാധനം, ഞാൻ ഇടുന്ന പൈസ എന്ന് പറയുന്ന സാധനം 10,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ആദ്യത്തെ കേസിൽ അറിയാം. ഏതില്? ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാം 10.5% ആണ്. അപ്പൊ 10,000ത്തിന്റെ 10.5% ഒന്ന് ആലോചിച്ച് നോക്കി. 10,000 100 ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 100 എടുക്കാം. 100ന്റെ 10.5% എത്രയാണ്? 100ന്റെ 10.5% പറയുമ്പോൾ 10.5 ആണ് അല്ലെ? 10.5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 10% ആണ്. 2 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? സോറി, 100ന്റെ 10.5% 10.5 തന്നെയാണ്. ഏത് 100ന്റെ എത്ര പെർസെന്റേജ് കാണാൻ പറഞ്ഞാലും ആ സംഖ്യ തന്നെയായിരിക്കും വരിക. പെർസെന്റേജ് എത്രയാണോ അത് തന്നെയായിരിക്കും വരിക. അപ്പൊ 100ന്റെ 10.5% വരുമ്പോൾ 10.5 തന്നെ. സോ അപ്പോൾ 2 വർഷത്തേക്കാകുമ്പോൾ എത്രയായിരിക്കും? അത് ഒരു വർഷത്തേക്കുള്ള പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 2 വർഷത്തേക്കാകുമ്പോൾ 10.5 പ്ലസ് 10.5 എത്ര കിട്ടുക? 21 ആയിരിക്കും കിട്ടുക. അപ്പൊ ഇവരുടെ ചോദ്യം ഞാൻ ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ചാലാണ് എനിക്ക് 21 റുപ്പീസ് കിട്ടുക എന്നുള്ളതാണ്.
ഇവിടെ കുറച്ചുകൂടി കണ്ടുപിടിക്കാൻ എളുപ്പം 10% അല്ലെ, ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാം. സോ 10% നമുക്ക് കുറച്ചുകൂടി എളുപ്പം അല്ലേ. അപ്പൊ പ്രിൻസിപ്പിൾ 100 ആണ്, R ഈക്വൽ ടു 10% ആണ്, N ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കാലാവധി 2 വർഷമാണല്ലോ തന്നിരിക്കുന്നത്, 2 വർഷമാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇത് എടുത്തു നോക്കുകയാണ് കേട്ടോ, ഇത് ശരിയാവോ എന്നുള്ള സാധനം നോക്കുകയാണ്. കാരണം എന്തായാലും സിംപിൾ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അല്ലെ സാധാരണ കേസിൽ. അപ്പൊ 10.5% തന്നെയാണ് ഞാൻ ഇടുന്നതെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടുതൽ എമൗണ്ട് കിട്ടും. അപ്പൊ ഈ 10.5%നെ കുറവ് എമൗണ്ടിൽ നിക്ഷേപിച്ചാലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, ഈ പറഞ്ഞ പോലെ കുറവ് എമൗണ്ടിൽ നിക്ഷേപിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടാം, നമുക്ക് സെയിം എമൗണ്ട് കിട്ടുന്നത്. അതായത് 10.5%ൽ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന 21 റുപ്പീസ് തന്നെ നമുക്ക് എന്തിനു കിട്ടണം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടണം, 21 തന്നെ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ ഏത് നിരക്കിലാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ എന്തായാലും 10.5%നേക്കാൾ കുറവായിരിക്കും ആൻസർ, നമുക്ക് ഉറപ്പാണ്. അപ്പൊ 10.5 അല്ലാന്ന് ക്ലിയർ ആണ്. 10.25 ആയിരിക്കാം, 10 ആവാം, 9.75% ആയിരിക്കാം. സോ ഇതിൽ 10% എന്തുകൊണ്ട് ഓപ്ഷൻ എടുത്ത് ഞാൻ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 10% അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ്. ഇപ്പൊ ഇവിടെ ഈ 10% വെച്ച് കണ്ടുപിടിക്കുന്ന എമൗണ്ട് 21നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഇതിനെ കുറവായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എന്ത് എഴുതി വെക്കാം, 9.75% എഴുതി വെക്കാം. ഇനി നേരെ തിരിച്ചു വന്നാൽ എന്ന് വെച്ചാൽ നമുക്ക് 10% വെച്ച് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 21നേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതിനേക്കാൾ 10% കുറച്ചുകൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിക്ഷേപിച്ചാലേ എനിക്ക് 21 റുപ്പീസ് കിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എന്ത് എടുക്കാം, 10.25% എഴുതി വെക്കാം. സോ ദാറ്റ്സ് വൈ ഐ ടേക്ക് 10% ആസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് 10% നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ P is equal to 100 ആണ്, R is equal to 10% ആണ്, N equal to 2 ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ N ന്റെ വാല്യൂ 2 ആണെങ്കിൽ 121 ആണ് അല്ലെ. അപ്പൊ ഞാൻ നിക്ഷേപിച്ച പൈസ 100 ആണ്. 100ന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% പറയുമ്പോൾ എത്രയാണ്, 10 ആണ്. ഈ 10ന്റെ 10% പറയുമ്പോൾ എത്രയാണ്, 1 ആണ്. എന്ന് ഗുണിച്ച് നോക്കി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, 2 into 10 20 plus 1 into 1 1, that is 21. കറക്റ്റ് അല്ലേ? 10.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ സിംപിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 വർഷം കിട്ടുന്നു അതേ പലിശയാണ് 10%ൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിരക്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടും ഒരേ എമൗണ്ട് അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ, 10%. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടത് എന്താണ്, P equal to 100 എന്നുള്ള കേസ് എടുത്തിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? മൂവിങ് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുമ്പോൾ, ഇഫ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം അറ്റ് 4% for 2 years is 2448, then the simple interest on the same sum at the same rate for the same period is എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് സം എത്രയാണ് തന്നിട്ടില്ല, നമുക്ക് തന്നിരിക്കുന്നതാണ് 4% for 2 years is 2448 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തേക്കുള്ള 4% റേറ്റ്. സോ again നമ്മൾ എക്സാമ്പിൾ എടുത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്തായാലും 2448 2 വർഷം കൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടുന്ന പലിശയെങ്കിൽ അതേ റേറ്റിന് അതേ സമ്മിന് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറവായിരിക്കും ഏതിൽ കിട്ടുക, സിംപിൾ ഇൻട്രസ്റ്റിൽ കിട്ടുക. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ കട്ട് ചെയ്യാം, 2500 അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം 2448 വലുതാണ് 2500 അല്ലെ, അതിനേക്കാൾ കുറവാണ് കിട്ടുക. അപ്പൊ 2400 ആവാം, 2436 ആവാം, 2420 ആവാം. സോ ഇത് കുറച്ചുകൂടി കണ്ടുപിടിക്കാൻ എളുപ്പം 2400 എന്നുള്ള സാധനമാണ്. നമ്മൾ ഈ ഇത്ര 2 വർഷത്തിന്റെ കേസ് ആകുമ്പോൾ 1 to 1 അല്ലേ, നമ്മുടെ ഇത് 1 to 1 എഴുതി. 1ന് താഴെ നമ്മൾ ഒന്നും എഴുതണ്ട, നമുക്കറിയില്ല പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നുള്ളത്. 2400 ആണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് കിട്ടുന്നെങ്കിൽ ഈ 2ന് താഴെ ഞാൻ എന്താ എഴുതേണ്ടത്, 1200 ആണ് എഴുതേണ്ടത്. 2 വർഷത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 2400 ആണെങ്കിൽ 1 വർഷത്തേക്ക് കിട്ടുന്ന എന്തായിരിക്കും, അതിന്റെ പകുതി ആയിരിക്കും. സോ 1200 ആയിരിക്കും. ഈ 1200ന്റെ 4% ആണല്ലോ ഇവിടെ കണ്ടുപിടിക്കാൻ നമ്മള് അല്ലെ. 1200ന്റെ 4%, കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4%. 1200ന്റെ 4%, 1200ന്റെ 4% എത്രയാ, 12 ആണ് 1%. 12 into 4 48. ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്ന 2448 ആവുന്നുണ്ടോ നോക്കി. 2 into 1200 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുക. 2 into 1200 2400 plus 1 into 48 48. സോ 2448 കിട്ടുന്നില്ലേ. അപ്പൊ നമ്മൾ എടുത്ത എക്സാമ്പിൾ ശരിയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെ. എന്ന് വെച്ചാൽ 2400 ആയിരിക്കും 2 വർഷം കൊണ്ട് ഇതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇതേ സിമ്മിന് കിട്ടുന്ന എന്ത്, സിംപിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഓപ്ഷൻ കണ്ടുപിടിക്കലാണ് കുറച്ചുകൂടെ നല്ലത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. സോ ദ ആൻസർ ഈസ് 2400. ഓക്കെ, 2420 വെച്ച് വേണമെങ്കിലും ചെയ്യാട്ടോ. അപ്പൊ 2420 വലുതാണോ ചെറുതാണോ എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം. പക്ഷെ കുറച്ചുകൂടി കണ്ടുപിടിക്കാൻ എളുപ്പം 2400 ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവലിൽ ചെയ്യുന്നത്. ഓക്കെ, the difference between simple interest and compound interest on an amount of
money in 3 years at the rate of 8% is 3,456. ഇതിന്റെ ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. സോ ഇവിടെയും ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് തന്ന ചോദ്യത്തിലും മിസ്റ്റേക്ക് ഉണ്ട് ഈ ഒരു ചോദ്യത്തിൽ. സോ അതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലും ഇല്ല ഇതിന്റെ ആൻസർ. ഇത് നമ്മൾ ചെയ്യേണ്ട ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, 3 വർഷത്തേക്കാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 1331 എടുത്തിട്ട് ഇതിലെ നടുക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂവിന്റെ എന്ത് കണ്ടുപിടിക്കാം, ഈ ഒരു ലെവലിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ആദ്യത്തെ 1ന് താഴെ എഴുതുന്നത് എന്തായിരിക്കും, പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും. ഈ 3ക്ക് താഴെ എഴുതുന്ന ഓരോ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതായിരിക്കും എക്സ്ട്രാ വരുന്ന എമൗണ്ട് എന്ന് പറയുന്ന സാധനം. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന എമൗണ്ടുകൾ ഉണ്ടല്ലോ, ഈ കിട്ടുന്ന എമൗണ്ടുകളെ ഗുണിച്ച് കണ്ടുപിടിക്കുക. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്തായാലും ഇതിന് ഓപ്ഷൻ ഇല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. അതായത് സപ്പോസ് ഇപ്പൊ 50,000 ആണല്ലോ ഇതിനെല്ലാത്തിനും നടുക്ക് വരുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത്. സപ്പോസ് 50,000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എങ്കിൽ 50,000 അല്ല 5 ലക്ഷം അല്ലെ, 500,000 എന്ന് വെച്ചാൽ 5 ലക്ഷം ആണെന്ന് വരിക. ഈ 5 ലക്ഷത്തിന്റെ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ, 8% ആണ്. 5 ലക്ഷത്തിന്റെ 8% എത്രയായിരിക്കും, 5 ലക്ഷത്തിന്റെ 10%, 1% എന്ന് പറയുമ്പോൾ 5,000 വരും. അപ്പൊ 5,000 × 8 40,000 ആയിരിക്കും ഇവിടെ വരിക. ഈ ഒരു എമൗണ്ട് നമുക്ക് ആവശ്യമില്ല. ഈ അടുത്ത 40,000ത്തിന്റെ 8% കണ്ടുപിടിക്കണം. 40,000ത്തിന്റെ 8% എത്രയാ, 40,000ത്തിന്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400. അപ്പൊ 400 × 8 3,200 ആണ് ഇവിടെ വരിക. ഇനി അടുത്തത് 3,200ന്റെ 8% കണ്ടുപിടിച്ച് അടുത്ത 1ന് താഴെ എഴുതണം. 3,200ന്റെ 8% എത്രയായിരിക്കും, 3,200ന്റെ 8% മീൻസ് 3,200ന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 320 ആണ്. സോറി 32 ആണ് അല്ലെ. 32 × 8 30 × 8 240, 2 × 8 16 256 അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇവിടെ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് 3,456 എന്നുള്ളത് നമ്മൾ എഴുതിയത് തെറ്റായിരുന്നു. ശരിക്കും 50,000 തന്നെയായിരുന്നു ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. ഞാൻ ഈ 3,200 + 256 കൂട്ടിയിട്ടാണ് എഴുതുന്നത്. ശരിക്കും 3 × 3,200 കൂടെ ഉണ്ട് അവിടെ, അതും കൂടെ ഗുണിക്കണം. അപ്പൊ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്ന സ്ഥലം. 3 × 3,200 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9,600 256. സോ ഇവിടുത്തെ ഡിഫറൻസ് എത്ര വരിക, 9,856 ആയിരിക്കും ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്ന സ്ഥാനം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. 9,856 ആയിരുന്നെങ്കിൽ നമുക്ക് തീരെയായിട്ട് 50,000 എഴുതി വെക്കാമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ 50,000 ചെറുതായിരിക്കാം. അതായത് ഇപ്പൊ ഇവിടെ കിട്ടിയ ആൻസറിനേക്കാൾ ചെറിയ ആൻസർ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ 50,000 ചെറിയ ആൻസർ ആയിരിക്കാം. അപ്പൊ നമ്മൾ 40,000 35,000 കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പൊ സപ്പോസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാണ്, തന്നിരിക്കുന്ന ഈ 9,000 നമുക്ക് 50,000 വെച്ച് ചെയ്തപ്പോ കിട്ടിയ 5 ലക്ഷം വെച്ച് ചെയ്തപ്പോ കിട്ടിയ 9,856 വലുതാണെങ്കിൽ നമുക്ക് തീരെയായിട്ട് എഴുതാം 6 ലക്ഷമാണ് എമൗണ്ട് എന്നുള്ള എഴുതും. അല്ലെങ്കിൽ പിന്നെ 3,50,000 4 ലക്ഷത്തിന്റെയും കേസിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെക്ക് ചെയ്തിട്ട് അതും അല്ലെങ്കിൽ പിന്നെ 4 ലക്ഷം എടുത്ത് ചെക്ക് ചെയ്തു. എന്നിട്ട് അതുമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ 3,50,000 ആയിരിക്കും. അല്ല 3,50,000 എടുത്ത് ചെക്ക് ചെയ്ത് അതല്ലെങ്കിൽ 4 ലക്ഷം ആയിരിക്കും. ആ ഒരു ലെവലിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇപ്പൊ ഈ ഒരു ലെവലിൽ വേണം നമ്മൾ ഇതാക്കാൻ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക 1331ന് 1ന് താഴെ വരുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, അടുത്ത 3ക്ക് താഴെ വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, അടുത്ത 3ക്കും 1നും താഴെ വരുന്ന കേസുകളാണ് എന്തെന്ന് വിളിക്കുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ. മൂവിങ്. Find the difference between compound interest and simple interest for 3 years for an amount of rupees 15,000 at 10% per annum എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അഗെയിൻ നമ്മൾ ചെയ്യുന്ന അതേ ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നേരിട്ട് പി തന്നിട്ടുണ്ട്. പി എത്രയാണ്, 1,50,000 ആണ് അല്ലെ. 1,50,000 15,000 ആണ്. നേരത്തെ ലക്ഷത്തിന് ഞാൻ 1000 പറയുകയും ചെയ്തു, ഇപ്പൊ നേരെ തിരിച്ചും പറഞ്ഞു അല്ലെ. ഓക്കെ. എൻ എത്രയാ, എൻ എന്ന് പറയുന്ന സ്ഥാനം 3 ആണ്. ആൻഡ് ആർ എന്ന് പറയുന്നത് എത്രയാണ്, 10% per annum ആണ് അല്ലെ. സോ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ, അഗെയിൻ 1331 എന്നുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട, 3 വർഷത്തേക്ക് കണ്ടുപിടിക്കേണ്ട, 3 ടേമിലേക്ക് കണ്ടുപിടിക്കേണ്ട എമൗണ്ട് എടുത്തു, അല്ലെങ്കിൽ ആ ഒരു വാല്യൂസ് എടുത്തു. 1ന് താഴെ നമ്മൾ എഴുതേണ്ട 15,000 അല്ലെ. അടുത്ത 15,000ത്തിന്റെ എത്ര ശതമാനം കാണണം, 10% അല്ലെ. 15,000ത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 1,500. 1,500ന്റെ 10% എന്ന് പറയുമ്പോൾ 150. 150ന്റെ 10% എന്ന് പറയുമ്പോൾ 15 എന്ന് എഴുതി. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. സോ നമുക്ക് ഇത് വേണ്ട, ഈ സ്ഥാനത്തിന് ഒഴിവാക്കി. കാരണം ഇത് പി ആണ്, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ഈച്ച് ഇയർ ആണ് അല്ലെ. ഇവിടെയാണ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന പൈസ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ കണ്ടുപിടിച്ചാൽ മതി. 3 × 150 എത്ര വരിക, 450 പ്ലസ് 1 × 15. സോ എത്രയായിരിക്കും വരിക, 465 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. 465. ഓക്കെ അല്ലേ. Moving, find the difference between compound interest and simple interest for 2 years for an amount of rupees 12,000 at 7% per annum. 2 വർഷത്തിന്റെ കേസ് ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 1 to 1 ആണ്. 1 to 1 എടുത്തു. 1ന് താഴെ നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ ആയിട്ടുള്ള എത്ര എഴുതി, 12,000 എഴുതി. പിന്നെ 12,000ത്തിന് 7% കണ്ടുപിടിക്കണം. 12,000ത്തിന് 7% എത്രയാ, 12,000ത്തിന് 1% എന്ന് പറയുമ്പോൾ 120. 120 × 7 എന്ന് പറയുമ്പോൾ 840 കിട്ടും.
ഇനി ഈ 840ന്റെ എത്ര ശതമാനം? 7% കണ്ടുപിടിക്കണം. 840ന്റെ 1% എന്ന് പറഞ്ഞാൽ 8.4 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 7 28, ബാക്കി 2 7 56 2 58. സോ 58.8 ആയിരിക്കും ഇവിടെ വരാം. 58.8. സോ ദാറ്റ് മീൻസ് ഇവിടെ ഇതെന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. ഇതെന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് 1 into 58.8, ദാറ്റ് ഈസ് 58.8 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. 1 to 1 എന്നുള്ള കേസിൽ ലാസ്റ്റത്തെ 1ന് താഴെയുള്ള സാധനം മാത്രം എടുത്താൽ മതി, മറ്റേ എടുക്കേണ്ട ആവശ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years at 8% per annum interest rate is 96, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രേ ഉള്ളൂ. ഓപ്ഷൻ വേണമെങ്കിൽ കണ്ടുപിടിക്കാം, പക്ഷെ ഇതിൽ കുറച്ചും കൂടെ എളുപ്പം 1 to 1 എന്നുള്ളതാണ്. നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ പ്രകാരം 2 വർഷത്തെ കേസ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കേസ് അല്ലെ. ഇതില് നമ്മളിപ്പോ പറഞ്ഞു സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം ലാസ്റ്റത്തെ 1ന് കീഴിൽ വരുന്ന സാധനമാണ്. സോ 96 ആണ് അല്ലെ. സോ ഈ 96 എന്നുള്ളത് ലാസ്റ്റത്തെ 1ന് താഴെ നമുക്ക് എഴുതാലോ. അപ്പൊ ഇനി ആലോചിക്കേണ്ടത് ഇവിടെ കിട്ടുന്ന വാല്യൂവിന്റെ 8% ആയിരിക്കും 96 അല്ലെ. അപ്പൊ ഏത് സംഖ്യയുടെ എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ 8% എത്രയെന്ന് പറയുന്ന സാധനം? 96 എന്ന് പറയുന്ന സാധനം. 96 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 1% കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി 96/8 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ 100% എത്രയായിരിക്കും? 1200 അല്ലെ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അതായത് 1200ന്റെ 8% ആയിരിക്കും 90. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടി ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യ എത്രയാ? 1200 അല്ലെ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് 1 year എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടി 1200 ആണെന്ന് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ ഇവിടെ എത്ര എഴുതോ അതിന്റെ 8% കണ്ടുപിടിച്ചിട്ടില്ലേ നമ്മൾ ഈ 1200 കിട്ടിയേക്കണ. അപ്പൊ നമ്മൾ വീണ്ടും എടുക്കുന്നു സപ്പോസ് y അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 8% എത്രയെന്ന് പറയുന്ന സാധനം? 1200. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1% എത്രയായിരിക്കും? പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 1% എന്ന് പറയുന്ന സാധനം എത്രയായിരിക്കും? ഞാൻ ഇപ്പുറത്തേക്ക് എഴുതും കേട്ടോ. പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 1% എന്ന് പറയുന്ന സാധനം എത്രയായിരിക്കും? 1200/8 അല്ലെ. 1200/8 എന്ന് പറയുമ്പോൾ അതായത് 8%ത്തിന് 1% ആക്കാൻ 8 കൊണ്ട് ഹരിക്കുന്നു. 1200/8 എത്രയാ? 12 ലിറ്റർ ഒരു പ്രാവശ്യം 1 8 45 150 അല്ലെ. അപ്പൊ 150 ആയിരിക്കും 1%. സോ 1% 150 ആണെങ്കിൽ വാട്ട് ഈസ് 100%? അഥവാ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 150. 2 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കും. സോ എത്രയായിരിക്കും ആൻസർ? 15000 അല്ലെ. അപ്പൊ എത്ര രൂപയ്ക്കായിരിക്കും അവിടെ ഇട്ടുണ്ടാവുക? 15000 രൂപയായിരിക്കും അവിടെ ഇട്ടിട്ടുണ്ടാവുക. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 15,000. ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഈ പാസ്കൽ ട്രയാങ്കിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുള്ള കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഓരോന്നിനും താഴെ എഴുതുന്നതും എന്താണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയ്ക്ക് കൂടെ പലിശ കിട്ടുന്ന ഏർപ്പാടിനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പൈസയ്ക്ക് മാത്രമേ പലിശ കിട്ടുള്ളൂ എന്നുള്ള ഏർപ്പാട് അല്ലെ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഇപ്രാവശ്യത്തെ ടെസ്റ്റ് പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ ടെസ്റ്റ് പേപ്പറിലെ ആൻസർ ക്യൂ ആയിട്ട് കണ്ടുപിടിക്കാം. താങ്ക് യു വെരി മച്ച്.